ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാട്ട് ലവേഴ്സ് കം ഓൺ ഹിയർ പ്ലീസ്. നമുക്കുണ്ടാക്കാം ഇന്ന് മാംഗോ ദഹി പൂരി. ദഹി പൂരി ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. അതിൽ കൂടെ മാങ്ങയുടെ സീസണാണ്. ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടുള്ള ദഹി പൂരിയാണ് കാണാൻ പോകുന്നത്. വണ്ടർഫുൾ ടേസ്റ്റാണ്. വെരി 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 സിമ്പിൾ ടു മേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത മാങ്ങ 3 എണ്ണമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ ഈ മാങ്ങ എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരു മിക്സറിലിട്ടിട്ട് അതിൽ കൂടെ തൈരും കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇട്ടോളൂ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉള്ള പ്യൂരി, അതായത് തൈരിൻ്റെ പ്യൂരി ആക്കി എടുത്തു. ഇനി മാങ്ങ എടുക്കുക, നമ്മൾക്കൊരു പൾപ്പ് ഉണ്ടാക്കണം, മാങ്ങയുടെ പൾപ്പ് ഉണ്ടാക്കണം. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക, ഇതുപോലെ പൾപ്പാക്കി എടുക്കുക. അതിനെ നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. നമുക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലേറ്റിംഗ് ആണ്. നല്ല വലിയൊരു പ്ലേറ്റ് എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ തൈരിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ അടിച്ചു വെച്ചിട്ടുള്ള ആ മാങ്ങയുടെ പ്യൂരി അതിനെ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യുക താഴത്തേക്ക്. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂണിൽ ഞാൻ എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിനെ റൗണ്ടാക്കി നീറ്റാക്കിയിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പൂരി ആക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലാതെ കറബറോ എന്നുള്ള രീതിയിൽ വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഇനി നമ്മൾ പാനിപൂരിയുടെ പൂരി നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫില്ലിങ് ഞാൻ എടുത്തിരിക്കണമെന്ന് നോക്കാം. ചോയ്സ് നിങ്ങളുടെയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേവിച്ച വെള്ളക്കടല, അതേമാതിരി സവോള, മറ്റേ കുക്കുംബർ, ബൂന്തി, കുറച്ച് മാങ്ങയുടെ പീസ്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് വേരിയേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം. എല്ലാം എന്താ വേണ്ടച്ചാൽ ഇനിയിപ്പോൾ കൂടുതൽ നട്ട്സ് ഇടണോ ഇല്ലെങ്കിൽ കൂടുതൽ വേവിച്ച സ്പ്രൗട്ട്സ് ഇടണോ എല്ലാം നിങ്ങളുടെ ചോയ്സായിട്ട് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. വേവിച്ച കുറച്ച് കടല ഉണ്ടായിരുന്നു, അതുമൊക്കെ ചേർത്തിട്ട് എല്ലാം ഇട്ടു. ഇതുപോലെ എല്ലാ പാനിപൂരിയിലത്തെ പൂരികളും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ സ്വീറ്റ് ടാമറിൻ ചട്നിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് മിൻറ്റ് ചട്നി മാത്രം മതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പുണ്ടല്ലോ, അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത് സൂപ്പറായിരിക്കും അതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനതിനെ നല്ലപോലെ ഒന്ന് സ്ക്വീസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള എൻ്റെ കലാബോധത്തിനനുസരിച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പൂക്കളോ പൂവോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. എനിക്ക് കുറച്ച് എളുപ്പം ഇതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ സമയത്ത് ഒരു സ്വേളായിട്ടുള്ള രീതിയിലൊരു ഡിസൈൻ വരും. അത് നല്ലൊരു എഫക്റ്റ് തരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാനത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ കലാബോധം ഉണ്ടോ അതുപോലെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. അത് കഴിക്കാൻ അങ്ങേയറ്റം റിച്ച് ആയിരിക്കും ഈ മാംഗോ ദഹി പൂരി എന്ന് പറയുന്നത്. സോ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ടും ആയിട്ടുള്ള രീതിയിൽ ടൂത്ത് പിക്ക് കൊണ്ട് ഞാൻ ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൂരികൾ വെക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ തൈര് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം. പക്ഷേ ആ ഒരു പൂരി അതുപോലെ തന്നെ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഭംഗി. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ വിട്ടിരിക്കുന്നത്. സോ ഇത് നമ്മൾക്ക് മിക്സ് ചെയ്ത്, അതായത് പൊട്ടിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ തൈരിൽ കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ തൈര് ഒഴിച്ചിട്ട് കൊളാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ വരുള്ളൂ. സോ ഈ ഒരു ഫ്ലേവർ, ഉള്ളിലത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് വിടുകയാണ് നല്ലത്. ഇതിൻ്റെ മുകളിൽ ഞാൻ ടോപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സേവ് എന്ന് പറയില്ലേ, നമ്മുടെ കാരാ സേവ്. അപ്പോൾ ആ കാരാ സേവ് കൂടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാങ്ങ ദഹി പൂരി, അതായത് ആം ദഹി പൂരി റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പ്ലേറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കുക. സെർവിങ്ങിൻ്റെ സമയത്ത് കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിലൊക്കെ ഇനി വല്ലതും പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കുക. എന്നിട്ട് ഒന്ന് സെർവ് ചെയ്ത് നോക്കൂ. ഇതിനെ അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും സൂപ്പറായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് സൂപ്പർ തണുപ്പോട് കൂടിയിട്ട് നിങ്ങളൊന്ന് സെർവ് ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ഓരോരുത്തരും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുമെന്നുള്ളത് 110% ഗ്യാരണ്ടി ഞാൻ തരുന്നു. സൂപ്പർ ഫീലാണെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫീലാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇത് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. ബിക്കോസ് ആ ഒരു മാങ്ങയുടെ സീസൺ വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാൻഡറ്ററി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്.
സോ ആ ഒരു ബേസ്റ്റ് ഓഫ് ഫീലിംഗ്, ആ ഒരു എന്താ പറയുക, യു വിൽ റിയലി ഗെറ്റ് ദാറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് നൊസ്റ്റാൾജിക് ഫീൽ എന്ന് പറയില്ലേ, അതുപോലുള്ളൊരു ഫീലായിരിക്കും. പിന്നെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ വയറ് ഘനഗംഭീരമായിട്ട് നിറയും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും തന്നെ ഡിന്നറിന് ആവശ്യമില്ല. സോ വണ്ടർഫുൾ ഡിഷ് നിങ്ങളും ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.